കഫ് സിറപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ ഡെമോളിസെന്റ് എന്ന് പറയും. അതായത് ഇവിടെ കോട്ട് ചെയ്യും. നല്ലൊരു ഒരു ദശയ്ക്ക് നമ്മുടെ മ്യൂക്കോസായിക്ക് നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ നമുക്കറിയാലോ സിറപ്പ് നല്ല കോട്ടഡാണ്. അതവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൊണ്ടുള്ള എഫക്റ്റ് കാരണം അത് ചുമ കുറച്ച് ഇറിറ്റേഷൻ കുറയും. താവിട്ട് ചെല്ലുമ്പോൾ കുറച്ചത് ചുമയുടെ നെർവ് എൻഡിങ്സിനെ കുറേ സപ്രസ് ചെയ്യും. 2 വയസ്സുള്ള താഴെയുള്ള കുട്ടികളിലെ ചുരുക്കം ചില സാഹചര്യങ്ങളിലേ ഉള്ളൂ സിറപ്പിൻ്റെ ആവശ്യം. സിറപ്പ് വേണ്ടി വരും. ആദ്യമേ പറയും പനി മാറും, 3 ദിവസം 5 ദിവസം കഴിഞ്ഞാൽ മാറിയില്ലേ പറയുക ഒന്നുകൂടെ ഒന്ന് കാണുക. പനി മാറി ചുമയേ ഉള്ളൂ, ഇന്നലെ ഉള്ളെങ്കിൽ നിങ്ങളൊരു 2 ആഴ്ച കുറഞ്ഞ് മാത്രം വന്നാൽ മതി. 2 ആഴ്ച ഇത് കാണും. ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ രമേഷ് കുമാറാണ് ദ ക്യൂവിനൊപ്പം. സാർ സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഈ കോഫ് സിറപ്പ് കഴിച്ച് കുട്ടികളുടെ മരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മരണകാരണം സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്തായിരിക്കും എന്നുള്ളത്? നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ 2-3 സ്റ്റേറ്റുകളിലായിട്ട് ഇങ്ങനൊരു ശിശുരോഗ കുറച്ച് കുട്ടികൾ ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ മരണപ്പെട്ടു. അതിൻ്റെ കാരണം അവർ കുടിച്ചതായി ഉള്ള ഒരു കഫ് സിറപ്പായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടു. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നേ ഉള്ളൂ. പൂർണ്ണമായ എവിഡൻസ് സഹിതമുള്ള ഇതൊന്നും റിപ്പോർട്ട്സ് ആയിട്ടില്ല. പ്രൈമറി ആയിട്ടുള്ള എൻക്വയറി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും കോൾഡ്രിഫ് എന്ന് പറഞ്ഞൊരു കഫ് സിറപ്പാണ്. കോൾഡ്രിഫ് COLDRIFF കോൾഡ്രിഫ് എന്നൊരു സിറപ്പും അത് കുടിച്ച കുറച്ച് കുട്ടികൾക്കാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്, ഫാറ്റാലിറ്റി വന്നത്. ഏകദേശം 9 തൊട്ട് 12 അങ്ങനെയാണ് ഡിഫറെൻറ്റ് ഡാറ്റയാണ് വരുന്നത്. 12 കുട്ടികളോളം മരിച്ചു എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ കോൾഡ്രിഫിൻ്റെ അകത്തെ കുറച്ചൊരു ആ സിറപ്പിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇതില്ലാതെയും അതിനകത്തൊരു ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ കടന്നുകൂടി എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ കാണുന്നത്. നമുക്കിപ്പോഴും പൂർണ്ണമായി അറിഞ്ഞുകൂടാ. അത് പറയുന്നത് ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയും, DEG എന്ന് പറയും. ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സിപ്പിയൻ്റ്. ഇതിപ്പം കഫ് സിറപ്പുകളിൽ എപ്പോഴും ഒരു ആക്റ്റീവ് മോളിക്കൂളും പിന്നെ എക്സിപ്പിയൻസും ചേർക്കും. എക്സിപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ആ കഫ് സിറപ്പിന് ഒരു രൂപവും ഭാവവും നൽകാൻ ഒരു ടേസ്റ്റും അതിന് സ്റ്റെബിലിറ്റിക്കും വേണ്ടിയാണ്. അത് പലപ്പോഴും വരുന്ന എക്സിപ്പിയൻസ് പറഞ്ഞാൽ പ്രൊപ്പിലിൻ ഗ്ലൈക്കോളും പിന്നെ ഗ്ലിസറിനും ഒക്കെയാണ് ചേർക്കുന്നത്, ഗ്ലിസറോളും ഒക്കെ. അതിന് പകരമായി ഇവർ ആ പ്രൊപ്പിലിൻ ഗ്ലൈക്കോളിന് പകരമായി ഇച്ചിലൂടെ അതേ രൂപവും ഭാവമുള്ള ഇച്ചിലൂടെ വിലക്കുറവ്, താരതമ്യേന വളരെ വിലക്കുറവുള്ള എഥിലീൻ ഗ്ലൈക്കോൾ ആൻഡ് ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ ഇതിനകത്ത് ഉപയോഗിച്ചു. അത് കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ചെയ്തതാണ് ആകാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അത് ഒരു ടോക്സിക് കെമിക്കലാണ് ഈ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ. അത് കിഡ്നിക്ക് ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ഉണ്ടാക്കുന്നതാണ്. വൃക്കകളുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കും ചുരുങ്ങിയ ദിവസങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ. അപ്പോൾ അത് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ കോൾഡ്രിഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫോർമുലേഷനിൽ ഇതുവരെ കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നിനകത്ത് ഇതുവരെയും പ്രശ്നം വന്നില്ല. ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമാണ് ഇത് ഏറ്റവും ഗുരുതരമായി ബാധിക്കുക, അതെല്ലാം മുതിർന്നവരെയും സമാന രീതിയിൽ തന്നെ ബാധിക്കുന്ന സാഹചര്യം ഉണ്ടോ? ആകാം. കോൾഡ്രിഫ് സിറപ്പ് ആരെടുത്താലും വരാം. പക്ഷേ ഈ കോൾഡ്രിഫ് എന്ന് പറഞ്ഞാൽ സിറപ്പ് പ്രൈമറി ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 3-4 വശങ്ങളുണ്ട്. ഓരോന്നായി നമ്മൾ എടുക്കാൻ വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്ന്, ഈ ഇപ്പോഴത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ കോൺട്രവേഴ്സിയിൽ വന്ന ഒരു കൾപ്രിറ്റ് ഡ്രഗ് എന്ന് പറയുന്നത് കോൾഡ്രിഫാണ്. കോൾഡ്രിഫിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ വന്നു. ഇതേ ഡ്രഗ് 2 വർഷം മുമ്പ് ഇതുപോലെ സമാനമായ ഒരു മരുന്ന് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത് ഗാംബിയ, കാമറൂൺ എന്ന 2-3 രാജ്യങ്ങളിൽ ആഫ്രിക്കൻ കൺട്രീസിൽ കയറ്റുമതി ചെയ്ത് 2022-23 കാലയളവിൽ അവിടെയും കുറച്ച് മരണങ്ങളുണ്ടായി. അന്ന് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അന്ന് ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുകയും പിന്നെ അത് ബാൻ ചെയ്യപ്പെട്ടൊന്നുമില്ല. കുറച്ചത് അന്ന് തൽക്കാലത്തേക്ക് അവരുടെ എക്സ്പോർട്ട് മാത്രം നിർത്തിവെച്ചു. ബാക്കി എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ എല്ലാവരും അങ്ങ് മറന്നുപോയി. ഈ കോൾഡ്രിഫോ അതിന് സമാനമായ ഒരു മരുന്നാണ്. അതിനകത്തും ഈ ഡൈഎഥിലീൻ ഗ്ലൈക്കോൾ ആയിരുന്നു എക്സിപ്പൻ്റായിട്ട് ഉപയോഗിച്ചതാണ് അന്നത്തെയും പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു മെയിൻ ഇതുമായിട്ട് അനുബന്ധമായിട്ട് വരുന്ന അടുത്ത ചോദ്യമാണ് കഫ് സിറപ്പ് കുഞ്ഞിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഞങ്ങളുടെ എത്തിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പലതും കടന്നു വരുന്നത്. ഇപ്പോൾ തന്നെ നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറി വന്നേക്കുന്ന ഗൈഡ് ലൈൻസ് വന്നേക്കുന്നു. 2 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പ് വേണ്ട, 6 വയസ്സുള്ളവരിലേക്ക് സ്ട്രോങ്ലി ഡിസ്കറേജ്, കഴിവതും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള ഒരു ഗൈഡ് ലൈൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വന്നു കഴിഞ്ഞു. 2 ദിവസം മുമ്പ് ഗവൺമെൻറ് സ്വിഫ്റ്റായിട്ട് ആക്ട് ചെയ്ത കാര്യത്തിൽ.
ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ കഫ് സിറപ്പുകൾ കുട്ടികൾക്ക് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് ആദ്യമായിട്ട് വരുന്നത്. ഇത് കഫ് സിറപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പ്രൈമറി ആയിട്ട് അതിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നു കോഫ് ആൻഡ് കോൾഡ് ഫോർമുലേഷൻസ് എന്നാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. കോഫ് ആൻഡ് കോൾഡ് ഫോർമുലേഷൻസ് ചുമയ്ക്കും ജലദോഷത്തിനും കൂടെ ഉപയോഗിക്കുന്ന ഫോർമുലേഷൻസിനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ പറയുന്നത്. ഈ ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഡ്രഗ് അല്ല, മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉണ്ട്. അതായത് ആ ചുമയുടെ പല ഭാഗങ്ങളും എല്ലാം കൂടെ നിയന്ത്രിക്കാൻ വേണ്ടി അവർ ജലദോഷത്തോടുകൂടിയുള്ള ചുമയാണ് കോഫ് ആൻഡ് കോൾഡ് ഫോർമുലേഷൻസാണ്. അപ്പോൾ അതിന് ഒരു കഫ് സപ്രസൻ്റ് എന്ന് പറയും. അതായത് ഡെക്സ്ട്രോമെഥോഫാൻ എന്നൊക്കെ പറഞ്ഞ കഫ് സപ്രസൻ്റ് ഉണ്ട്. ഇതിനെ മ്യൂക്കോളൈറ്റിക് എന്നൊക്കെ പറഞ്ഞ ഫിനൈൽ എഫ്രിൻ അതിനകത്ത് ചേർക്കുന്നു. പിന്നെ ഒരു ആൻറ്റിഹിസ്റ്റമിൻ ചുമയുടെ ഇത് ചെയ്യാനുള്ള കഠിനം കുറയ്ക്കാനുള്ള ക്ലോർഫെനിൻ മാരിയേറ്റ്. ഈ 3 ഘടകങ്ങളാണ് സാധാരണഗതിക്ക് ഇതിനകത്തെല്ലാം കൂടുതലായി കടന്നു വരുന്നത്. ചിലതിനകത്ത് അഡീഷണലായിട്ട് പാരസെറ്റമോളും വരും, തലവേദന സഹിതം വരുന്ന വൈറൽ ഫീവർ, എല്ലാം കൂടെ ഒറ്റയടിക്കുള്ള ഒരു പാക്കേജാണ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത് നമ്മളെ OTC ഡ്രഗുമാണ്, ഓവർ ദ കൗണ്ടർ. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ്റെ കൗണ്ടറിൽ നിന്ന് ഇഷ്ടം പോലെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന മരുന്നുകളാണ്. അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ഒന്നാമത്തെ ചോദ്യം, ഈ കഫ് സിറപ്പ് ആവശ്യമുണ്ടോ കുട്ടിന്? അതിലേക്ക് ഞാൻ വരികയാണ്. 2 വയസ്സുള്ള താഴെയുള്ള കുട്ടികളിലെ ചുരുക്കം ചില സാഹചര്യങ്ങളിലേ ഉള്ളൂ സിറപ്പിൻ്റെ ആവശ്യം, കഫ് സിറപ്പ് വേണ്ടി വരുന്നുള്ളൂ. ജലദോഷം കൂട്ടിയുള്ള ചുമകളിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് ഇൻഫെക്ഷനാണ്. വൈറസ് ഇൻഫെക്ഷനകത്ത് കൂടുതലും കഫമല്ല വരുന്നത്. ചുമയുടെ കാരണം എന്ന് പറയുന്നത് ആ മ്യൂക്കോസ എന്ന് പറയും, മൂക്കിൻ്റെയോ അല്ലെങ്കിൽ തൊണ്ടയിലെയോ ശ്വാസനാളങ്ങളിലെ എയർവേയിലെ മ്യൂക്കോസ, മ്യൂക്കോസ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കറക്റ്റ് വാക്ക് കിട്ടത്തില്ല, ദശ എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ അത് ഇച്ചിരി ഡിസ്റപ്ഷൻ വരും. മ്യൂക്കോസ ഇച്ചിരി ഒന്ന് ഇളകും, ഡിസ്റപ്റ്റഡ് ആയി പോകും. അത് പിന്നെ നമ്മൾ കയ്യിലെ തൊലി പോകുമ്പോൾ ഇച്ചിരി പോകുന്ന പോലെ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാരണം കൊച്ചു ചുമച്ചുകൊണ്ടേയിരിക്കും. അത് റീജനറേറ്റ് പഴയ പോലെ ആകാൻ 8 തൊട്ട് 10 ദിവസം വരെ, 2 ആഴ്ച വരെ എടുക്കും. അതുകൊണ്ടാണ് ഒരു വൈറസ് ഇൻഫെക്ഷൻ കോൾഡ് കഴിഞ്ഞ് ചുമ 10 ദിവസം 14 ദിവസം വരെ എടുക്കും മാറാൻ. അതിന് നിങ്ങൾ എന്ത് കഫ് സിറപ്പ് കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷേ രക്ഷകർത്താക്കൾക്ക് ചുമ എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും വരും, അടുത്ത ദിവസം വരും. ഇപ്പം ഞാനൊക്കെ പണ്ട് തൊട്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രംഗത്തുള്ളത് കാരണം ആദ്യമേ തന്നെ പറയും, പനി മാറും 3 ദിവസം 5 ദിവസം കഴിഞ്ഞ് മാറിയില്ലേ പറയുക, ഒന്നുകൂടെ ഒന്ന് കാണുക. പനി മാറി ചുമയേ ഉള്ളൂ, തുമ്മലേ ഉള്ളെങ്കിൽ നിങ്ങളൊരു 2 ആഴ്ച കുറഞ്ഞ് മാത്രം വന്നാൽ മതി. 2 ആഴ്ച ഇത് കാണും, പ്രതീക്ഷിക്കണം എന്നല്ലേ അവരോട് പറഞ്ഞു കൊടുത്താൽ വിടുന്നത്. 2 ആഴ്ച കാണും. നിങ്ങളൊന്നും നിങ്ങളുടെ കൊച്ചു ഓടി നടക്കുന്നു, കളിക്കുന്നു, ചിയർഫുൾ ആണോ എന്ന് പറയും. നല്ല ചിയർഫുൾ ആണോ, കളിക്കുന്നുണ്ടോ, മിടുക്കനായിട്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ചുമയും എണ്ണൊന്നും വേണ്ട, അവർ നടന്നോട്ടെന്ന് പറയും. പക്ഷെ അവിടെ ഈ രക്ഷിതാക്കളുടെ പിടിവാശിയാണ് പലപ്പോഴും ഡോക്ടർമാർ നിർബന്ധിത സ്ഥിതി വരുന്നുണ്ടോ? അതൊരു ഭാഗമുണ്ട്. പക്ഷെ രക്ഷിതാക്കളുടെ പിടിവാശി എന്ന് പറഞ്ഞാലും ഡോക്ടർമാരാണ് അറിവുള്ളവർ. അവരാണ് ആ പിടിവാശി. നമ്മൾ എല്ലാവരും പല കാര്യങ്ങൾക്കും അറിയാൻ പറ്റുന്ന പിടിവാശി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ രക്ഷിതാക്കൾ നിർബന്ധമായി പലരെയും പിന്നെയും കുറഞ്ഞില്ല. അപ്പം നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാക്കിയിരിക്കും സാഹചര്യം. രണ്ടാമത് ഇതിനകത്തുള്ള അപ്പം അങ്ങനെ വരുമ്പോൾ കഫ് സിറപ്പുകളുടെ ആവശ്യമില്ല. പിന്നെ ആവശ്യമുള്ളതുണ്ട്. അതായത് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് എന്ന് പറയും. ഇപ്പം ശ്വാസം മുട്ടൽ, വീസിങ് വരുന്ന കുട്ടി ചുമയുടെ കൂടെ കുറേ വിമിഷ്ടം വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ സാൽബുട്ടമോൾ അത് കൊടുക്കാതെ കുറയത്തില്ല. അത് തന്നെ ഏറ്റവും ഉത്തമമായി കൊടുക്കുന്നത് ഇപ്പോൾ ഇൻഹേലർ വഴിയാണ്. മീഡിയേറ്റ് ഡോസ് ഇൻഹേലർ എന്ന് പറയും. ഇപ്പോൾ എല്ലാം മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നതാണ്, നമ്മളെല്ലാം റെക്കമെൻഡ് ചെയ്തതാണ്. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഇന്ത്യൻ അക്കാഡമി ഓഫ് ഞങ്ങളുടെ അപ്പെക്സ് ഓവർ ബോഡി, ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സും ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻഹേലേഴ്സാണ് ഫസ്റ്റ്, ഇത് പ്രിഫറബിൾ. പിന്നെ അത് എപ്പോഴും എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകണമെന്നില്ല. അതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് കുറച്ചുണ്ട്, അതെല്ലാം. അതുകൊണ്ട് നമ്മൾ സിറപ്പുകൾ എഴുതാറുണ്ട്. അവിടെ നമ്മൾ സാൽബുട്ടമോൾ മാത്രമായിട്ട് കൊടുക്കാം. ചിലപ്പോൾ ആംബ്രോക്സോൾ എന്ന് പറയുന്ന ഒരു കഫളകുന്ന ഇതുണ്ട്. ഇതൊക്കെ സേഫാണ്. അത്യാവശ്യത്തിന് ശ്വാസം മുട്ടലിൻ്റെ കൂടെ ഉള്ള ചുമയ്ക്കൊക്കെ നമ്മളിത് ഉപയോഗിക്കാം, ലിമിറ്റഡ്. അതുപോലെ തന്നെ 6 മാസം മുകളിലുള്ള കുട്ടികൾക്ക് അലർജിക് റൈനൈറ്റിസ് എന്ന് പറയും. അലർജി മൂലം മൂക്കിൽ നിന്ന് ഒലിച്ചിട്ട് ഒരു വിധത്തിലും കിടക്കാൻ പറ്റത്തില്ല. മൂക്കിൽ നിന്ന് വലത് കിടക്കുമ്പോൾ വായിലോട്ട് വരും. അപ്പം വൃത്തി ഒരു ചുമച്ചുകൊണ്ടേയിരിക്കും. നേസൽ സ്പ്രേയും മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും ആദ്യം നമ്മൾ പ്രിഫർ ചെയ്യുന്നതല്ല. ആദ്യത്തെ അപ്രോച്ചായിട്ട് അവിടെയും ചിലപ്പോൾ ആൻറ്റിഹിസ്റ്റമിൻ. ഇത് രണ്ടും വളരെ സ്പെസിഫിക് ഇൻഡിക്കേഷൻസ് ആണ്. അത് വളരെ ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രം, ചില സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കേണ്ടത്, അല്ല എല്ലാവർക്കും പരക്കെ ഉപയോഗിക്കേണ്ട മരുന്നുകളല്ല ഇത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തവണത്തെ കോൺട്രവേഴ്സിയും ഈ പ്രശ്നങ്ങൾ മുഴുവൻ വന്നത് കോഫ് കോൾഡ് ഫോർമുലേഷൻസ്, ജലദോഷം, തുമ്മല്, ചുമ, തലവേദന, വൈറസ് ഇൻഫെക്ഷൻ്റെ കൂടെ വരുന്ന അങ്ങനത്തെ കാര്യങ്ങൾക്ക് വരുന്ന ഈ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉള്ള ഡ്രഗ്സിലാണ് പ്രധാനമായ ഇഷ്യൂ. ഇതിൽ തന്നെ ഇപ്പോൾ ഈ കഫ് സിറപ്പ് ഉള്ളിലേക്ക് ചെല്ലുന്നതോട് കൂടിയിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണ്? കഫ് സിറപ്പ് ചെല്ലുമ്പോൾ നമ്മൾ ഈ കഫ് സിറപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഇതിനകത്തൊക്കെ ഡെമോളിസെൻ്റ് എന്ന് പറയും. അതായത് ഇവിടെ കോട്ട് ചെയ്യും.
നല്ലൊരു ഒരു ദശയ്ക്ക് നമ്മുടെ മ്യൂക്കോസായിക്ക് നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ നമുക്കറിയാലോ സിറപ്പ് നല്ല കോട്ടഡ് ആണ്. അതവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ കൊണ്ടുള്ള എഫക്റ്റ് കാരണം അത് ചുമ കുറച്ച് ഇറിറ്റേഷൻ കുറയും. താഴോട്ട് ചെല്ലുമ്പോൾ കുറച്ചത് ചുമയുടെ നെർവ് എൻഡിങ്സിനെ കുറേ സപ്രസ് ചെയ്യും. അതുകൊണ്ടാണ് ചുമ കുറയ്ക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെയുള്ള സൈഡ് എഫക്ട്സ് ആണ് ഈ ക്ലോർഫെനമിൻ മാലിയേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആൻറ്റി ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഡ്രൗസിനെസ് ഉണ്ടാക്കും, എക്സസീവ് ഡ്രൗ. അതുകൂടാതെ സ്ലോനെസ് ഓഫ് ബ്രീത്തിങ്, ഒറ്റയടിക്ക് പറഞ്ഞാൽ റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്നൊക്കെ പറയാം. അത്രയൊന്നും വരത്തില്ല, എന്നാലും ശ്വാസഗതി ഇച്ചിരി ഇതാകാം, കൊച്ചു നല്ല ഇച്ചിരി ഡ്രൗസി ആകും. അത് അതിൻ്റെ ഡോസ് അല്പമെങ്കിലും കൂടി പോയാൽ വളരെ രണ്ടാമതുള്ളത് ചിലപ്പോൾ ഡെക്സ്ട്രാമെഥാഫാൻ എന്ന് പറയും. അതിനകത്ത് ഒരു കമ്പോണൻറ്റ്, അതിനകത്താണെങ്കിൽ പലപ്പോഴും ഹാലൂസിനേഷൻസ് വരാം, CNS ഇറിറ്റേഷൻ വരാം. ചില കുട്ടികൾക്ക് ആഘാതം ഉണ്ടാക്കും. ചിലതാണെങ്കിൽ ഈ ഫിനൈലെഫ്രിൻ എന്ന് പറഞ്ഞ കമ്പോണൻ്റ് ആണ്, ചിലപ്പം കാർഡിയാക് റിതം കുറച്ച് ഇറഗുലാരിറ്റി വരാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കും. ഇതെല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും ആവശ്യമില്ലാത്ത സാധനമാണ്. ഇതെല്ലാം കൊച്ചിന് സിംറ്റം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുമ്പം ഇതിൻ്റെ കൂടെ വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് കറക്റ്റായിട്ട് പോയാൽ നമുക്ക് പ്രശ്നങ്ങൾ വരാറില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു ഇത് ആവശ്യമില്ലാത്ത സാധനം കൊടുത്ത് എന്തിനാ പ്രശ്നങ്ങൾ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത. ഇതിൽ തന്നെ ഇപ്പോൾ ഈ കുട്ടിക്ക് വൃക്കക്ക് ബാധിക്കുന്നുണ്ടല്ലോ ഇത് മരണകാരണത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവായി എത്രത്തോളാണ് ഇത് ഇമ്പാക്ട് ചെയ്യുന്നത് ശരീരത്തിൽ എന്നുള്ളത്? അത് ഈ കെമിക്കൽ അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എത്രയോ വർഷങ്ങളായി എത്രയെത്ര കോടി ഈ മരുന്നുകളൊക്കെ വിറ്റ് കാണും ഇങ്ങനത്തെ. ഇതാർക്കൊന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള ഡേഞ്ചർ ഉണ്ട് ഇങ്ങനത്തെ കെമിക്കൽസ്. ഒന്ന് ഇതാ, ഫസ്റ്റ് ഓഫ് ഓൾ മുമ്പ് പറഞ്ഞ പോലെ ഈ മരുന്ന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം. ഇതില്ലാതെ തന്നെ ചുമ മാറും, അതൊരു ഭാഗം. രണ്ട്, ഇനി കൊടുത്തെങ്കിൽ തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ ഇങ്ങനത്തെ കെമിക്കൽസ് ഇങ്ങനത്തെ ഡൈലുവൻസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഈ മരുന്ന് നിർമ്മാണ കമ്പനി ഈ കെമിക്കൽസ് ഉപയോഗിക്കാൻ അവരുടെ ഒരു പക്ഷം ഉണ്ടാവില്ല. എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്നുള്ളത്? അത് ഈ ആശയം എന്ന് പറഞ്ഞാൽ പേരന്റൽ, അതൊരു മാർക്കറ്റിംഗ് ആണ്. അതായത് കുട്ടികളുടെ ചുമ മാറായിരിക്കുമ്പോൾ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ച പോലെ ചുമ മാറിയുന്നില്ല, 3-ാം ദിവസം പിന്നെയും വരും മാറുന്നില്ല, 5-ാം ദിവസം മാറുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ സിറപ്പുകൾ കൊടുക്കാൻ പലപ്പോഴും ചുമ സപ്രസ് ചെയ്ത് നിൽക്കും. 10 ദിവസം നാച്ചുറൽ കോഴ്സിന് പകരം 3 ദിവസം കൊണ്ട് നമ്മളതിനെ കട്ട് ചെയ്ത് നിർത്തുന്നു, നാച്ചുറൽ കോഴ്സ്. അപ്പം പേരൻസിന് ഒരു 5 ദിവസം കൂടി അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി കുഞ്ഞു കിടന്ന് ചുമയ്ക്കുന്നു, അവർ ഡിസ്റ്റർബ്ഡ് ആകുന്നു, ഹോൾ ഫാമിലി ഈസ് ഡിസ്റ്റർബ്. അപ്പം അതിന് പകരം അത് 10 ദിവസം ബുദ്ധിമുട്ടിന് പകരം 3 ദിവസം കൊണ്ട് ബുദ്ധിമുട്ട് തീരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഇതിൻ്റെ പുറകെ പോകും. അത് ഡോക്ടറെ എന്തെങ്കിലും ഒരു മരുന്ന് ചുമ നിൽക്കാൻ എന്ന് ഡോക്ടർക്ക് സൊല്യൂഷൻ ഇതേ ഉള്ളൂ. അത് വലിയൊരു ഇതിനകത്ത് ഇത് ഒരു ഭാഗമുള്ളത് ഞാൻ പറഞ്ഞ പോലെ ഇതില്ലാതെ മാറും, 10 ദിവസം കൊണ്ട് മാറും. ഇത് കൊടുത്താൽ ചിലപ്പോൾ 4 ദിവസം കൊണ്ട് കുറയുന്നുണ്ട്, എന്തുകൊണ്ട് ഞാനത് ഓപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല പേരൻസിന്റെ പ്രശ്നം മൂലം ഡോക്ടർമാരും തീരുമാനിക്കുന്നത്. പക്ഷേ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വീടുകൾ കണ്ടിട്ടുണ്ട്, കുട്ടി ചുമക്കുന്ന സമയത്ത് മുതിർന്ന ആൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആ കപ്പ് സിറപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, കുട്ടിക്ക് വളരെ കുറച്ചല്ലേ കൊടുക്കുന്നുള്ളതാണ് കാരണം പറയാ. പക്ഷേ അത് ഈ പറയുന്ന ഇത്രത്തോളം ആഘാതം ഇപ്പുറത്തെ സൈഡിലുണ്ടെങ്കിൽ അത് ഇന്ന് ഞങ്ങളുടെ ഇന്ത്യൻ അക്കാഡമി ഗവൺമെന്റിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റും ഒക്കെ അത് അറ്റൻഡ് ചെയ്തിരുന്നു. അതിന്റെ ഒരു ഇപ്പോഴത്തെ വൈകുന്നേരം അതിന്റെ റിലീസ് വന്നു, പ്രസ് റിലീസ് വന്നതിനകത്ത് തന്നെ പറയുന്നുണ്ട് 12 വയസ്സ് താഴെയുള്ള കുട്ടികളിലെ മരുന്നുകൾ ഡോക്ടർമാരെ പ്രിസ്ക്രൈബ് ചെയ്തേ കൊടുക്കാവുള്ളൂ. ഇതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ മരുന്നുകളെല്ലാം എഴുതുന്നത് പെർ കിലോഗ്രാം ബോഡി വെയിറ്റ്, ഏജ് ഇത് വെച്ചാൽ എഴുതുന്നത് ഓരോന്നും. അപ്പം നമ്മൾ ചില പ്രിസ്ക്രിപ്ഷൻ കാണാം 4.5 ml 3 നേരം, 2.7 ml 3 നേരം. ഇത് എഴുതുന്നതെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞിൻ്റെ വെയിറ്റ് വെച്ച് ഓരോ മരുന്നിനകത്തെ കമ്പോണൻസ് 1 കിലോയ്ക്ക് ഇത്ര മില്ലിഗ്രാം ആകാം, 5 ml എത്ര ഉണ്ടാക്കി മില്ലിഗ്രാം എന്ന് കണക്കൂട്ടിയാണ് ML കൺവേർട്ട് ചെയ്ത് എഴുതുന്നത്. അവിടെ ഈ അഡൾട്ടിൻ്റെ നേരെ ഒരു 10 വയസ്സിന് നമ്മളൊരു തൂക്കം പിടിച്ച് എഴുതിയാൽ പലപ്പോഴും ഈ അതിനകത്തെ ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഡോസിങ്ങും അതുമൂലം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പോറക്കം കൂടുതൽ വരാം, മറ്റേ പല കാര്യങ്ങൾക്കും ഡ്രഗിൻ്റെ സൈഡ് എഫക്ട്സ് വരാം. കറക്റ്റ് ഡോസിങ്ങിൽ മിനിമം ഗവൺമെൻറ് 3 കാര്യമാണ് ഇതിനകത്തും പറഞ്ഞേക്കുന്നത്. അതായത് അപ്രോപ്രിയേറ്റ് ഡോസിങ്, ഷോർട്ടസ്റ്റ് എഫക്റ്റീവ് ഇൻ്റർവെൽ, അതായത് ആവശ്യമുള്ള അത്രയും ദിവസം മതി കൊടുക്കാവുള്ളൂ. 3, അത് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ പീഡിയാട്രീഷ്യൻ ഓർ എ ക്വാളിഫൈഡ് ഡോക്ടർ. ഇത് 3 ആണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണത്. പിന്നെ മുമ്പേ ഞാനൊരു സൂചിപ്പിച്ച അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നില്ല. ഇതിന് ചുമയ്ക്ക് 2 വയസ്സ് താഴെ ചുമയ്ക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല, പിന്നെ എന്ത് കൊടുക്കാൻ പറ്റും? അത് സൊല്യൂഷൻ ഞാൻ വളരെ പ്രാക്ടീസ് സക്സസ്ഫുൾ ആയിട്ട് ഒന്ന് വാം വാട്ടർ ആണെന്ന് നമ്മൾ പറയുന്നത്. ചൂട് വെള്ളമാണ് ഇന്ന് അറിയപ്പെട്ടതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കഫ ഇളകിപ്പോൾ ഏറ്റവും നല്ല സാധനം വാം വാട്ടർ. നമ്മൾ ആ കുഞ്ഞുങ്ങൾക്കാണ്, കൊച്ചു കുഞ്ഞുങ്ങൾ 5 മാസം 4 മാസമുള്ള കുട്ടികൾക്ക് ചെറിയ ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ ഇച്ചിരി കഞ്ഞിവെള്ളം 6 മാസം കഴിഞ്ഞ് ഉപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി
ഇത് മുതിർന്നവരാണ് നമ്മൾ ഉപ്പുവെള്ളം കവക്കൊള്ളും എന്ന് പറഞ്ഞ പോലെ വാം വാട്ടറാണ് നമ്പർ 1. അതിൻ്റെ കൂടെ തന്നെ വരുന്ന വാക്കാണ് ഹൈഡ്രേഷൻ. വാം വാട്ടർ ചെല്ലുമ്പോൾ നല്ല ഹൈഡ്രേറ്റഡ് ആവും. പിന്നെ റെസ്റ്റ്. ഇത് രണ്ടും കൊണ്ട് തന്നെ പിന്നെ നമ്മൾ പറയും നാച്ചുറലായിട്ട് വെയിറ്റ് ചെയ്യുക, മ്യൂക്കോസ ഹീലിംഗ് ആനുള്ള ടൈം കൊടുക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് അണ്ടർസ്റ്റാൻഡിങ് അതിനകത്ത്. കുഞ്ഞുങ്ങളിലെ കോഫിൻ്റെ 90% 95% പോസ്റ്റ് വൈറലാണ്. വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് വരുന്ന വൈറസ്. അതിനകത്ത് റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഇപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. RSV എന്ന് പറയും, റൈനോ വൈറസ്, അഡിനോ വൈറസ്, ഇങ്ങനത്തെ വൈറസുകളുണ്ട്. ഇൻഫ്ലുവൻസ. ഇതെല്ലാം ചെയ്യുന്നത് മ്യൂക്കോസായെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അതിന് അല്പം അതിന് ഇറിറ്റേഷൻ വരും. അപ്പോൾ ആ പനി 2 ദിവസം കൊണ്ട് കുറയും വൈറസിൻ്റെ ആക്റ്റീവ് ഇത് കഴിയുമ്പോൾ. പക്ഷേ ആ ഇറിറ്റേഷൻ ഒരു ദിവസം കൊണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കയ്യിൽ ഒരു തൊലി പോയിട്ടുണ്ട്, അത് തിരിച്ച് വരണമെങ്കിൽ റീജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു 5-6 ദിവസം എടുക്കും, ഒരാഴ്ച എടുക്കും. എന്ന് പറഞ്ഞ പോലെ ഈ മ്യൂക്കോസ തിരിച്ച് വരണമെങ്കിൽ പഴയ പോലെ ആകണമെങ്കിൽ ഒരു 8-10 ദിവസം എടുക്കും. അതുവരെ അത് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഇറിറ്റേഷൻ കൊണ്ടാണ് കുഞ്ഞും കോഫ് ചെയ്യുന്നതും ഒക്കെ. അല്ലാതെ കഫക്കെട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതല്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനൊന്നും, അതാണ് പറയുന്നത്, ഇതിന് വേറെ മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല. ഗീവ് സം ടൈം. ഇത് 90% കുട്ടികളുടെയും കഥ ഇത് തന്നെയാണ്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഒരു സംശയം പൊതുവെ പാരൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്നുള്ളത്, പലപ്പോഴും ഡോക്ടർമാർ പറയും ഈ ചുമ എന്നുള്ളത് നിങ്ങളൊരു രോഗമായി കാണണ്ട, അത് അനുബന്ധമായ പല രോഗങ്ങളുടെയും ലക്ഷണമാണ് എന്നുള്ളത്. പക്ഷേ ഉള്ള പിഞ്ചു കുഞ്ഞ് അല്ലെങ്കിൽ ചെറിയ കുട്ടി ചുമക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും പാരന്റിനെ സംബന്ധിച്ച് ഡോക്ടറെ കാണിക്കുക, മരുന്ന് മേടിക്കുക, ഈ അസുഖം മാറണം എന്നുള്ളതായിരിക്കും മുമ്പിൽ ഉണ്ടാവുക. അത് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചുമയാണ്, കുഴപ്പമില്ല, വേറെ എന്തുണ്ട്, പനിയുണ്ട്, കൂടെ എന്തുണ്ട്, ശ്വാസം മുട്ടലുണ്ടോ, കുഞ്ഞ് ഇങ്ങനെ പക്ക് വലിക്കാൻ ഇവിടെ കുഴിയുന്നുണ്ടോ, കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റുന്നുണ്ടോ, മൂക്കി ഒലിക്കുമ്പോൾ കട്ടിക്ക് മഞ്ഞ നിറത്തിൽ കട്ടയായിട്ട് വരുന്നുണ്ടോ, സൈനസോ അല്ലെങ്കിൽ ഫുള്ളാണോ, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയും. അത് ചുമയുടെ കൂടെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചോദിക്കും. ഇപ്പോൾ ഫീവർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു മൈക്രോബിയൽ ഇൻഫെക്ഷൻ, വൈറസോ ബാക്ടീരിയ എന്തെങ്കിലും രംഗത്തുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കും. പിന്നെ അത് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ചുമയുടെ കാരണം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ചുമ ഒരു ലക്ഷണം മാത്രമാണ്. പിന്നെ അപ്പോൾ അതിന് കാരണത്തിൽ ചില കുട്ടികൾക്ക് വീസിങ്, പനിയുടെ പുറകെ ചെറിയ ശ്വാസം മുട്ടൽ വരുമ്പോൾ അവർ ചുമയ്ക്കാൻ തുടങ്ങും. ആ ചുമ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ആ വീസിങ്ങിനെ ട്രീറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ സാറിന് നെബുലൈസേഷൻ കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിലാണെങ്കിൽ ഓക്സിജൻ കൂട്ടി സാൽബുട്ടമോൾ നെബുലൈസേഷൻ, അല്ലെങ്കിൽ ഹ്യൂമിഡിഫൈഡ് എയർ എന്ന് പറയും. എയർ ഓക്സിജനോ അല്ലെങ്കിൽ എയർ തന്നെ ഹ്യൂമിഡിഫൈ ചെയ്ത് കൊടുത്താൽ അത് കുറയും. ആ വീസിങ് കുറച്ചാലേ ആ ചുമ മാറത്തുള്ളൂ. അല്ലാതെ ചുമയ്ക്ക് ഇവിടെ ഒരു മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പം ചുമ നമുക്കൊരു ക്ലൂ ആണ്. എന്തോ ശരീരത്തിൽ എവിടെയോ ചെറിയ, മുതിർന്ന ആളുകൾക്കും ഇങ്ങനെ തന്നെ, ഇത് മുതിർന്ന ആൾക്ക് മിക്കവാറും എല്ലാം ഇത് തന്നെയാണ്. കോഫ് ഇസ് എ പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ഞങ്ങൾ പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഒന്നും ഇപ്പോൾ അകത്ത് വല്ല സാധനം കടന്നു പോയാൽ വെളിയിൽ കളയാനാണ് ഒന്ന് ചുമയ്ക്കുന്നത്. 2 അകത്ത് അനാവശ്യമായ കഫം കിടക്കുകയാണെങ്കിൽ അതിനെ വെളിയിൽ കളയാണ് നമ്മൾ ചുമയ്ക്കുന്നത്. 3 നമുക്ക് ശ്വാസം മുട്ടൽ വന്നാൽ അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ചുമയ്ക്കുക. എനിക്ക് മുട്ടുന്നുണ്ട്, എൻ്റെ ശ്വാസം എനിക്ക് പാടുണ്ട്, ആ ചുമയ്ക്കുന്നത് നമ്മളത് മനസ്സിലാക്കി അവരെ അപ്പം നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നു. ഈവൻ കാർഡിയാക് ഇൽനെസ് ഉള്ളവർക്ക്, ഹാർട്ട് ഫെയിലിയർ വരുമ്പോൾ അവർ ചുമച്ചു തുടങ്ങും. പൾമറി എഡിമ എന്ന് പറയും സിംറ്റം. അപ്പോൾ ഇറ്റ്സ് എ സിംറ്റം. അതിപ്പം കുട്ടികളാകുമ്പോൾ കാർഡിയാക് ഞങ്ങൾ ആലോചിക്കുന്നേ ഇല്ല. 99% ഈ റെസ്പിറേറ്ററിയാണ്. ഒരു മുതിർന്ന ഒരാൾ ചുമച്ചാൽ ഒരു 90% ഉള്ളൂ അത് റെസ്പിറേറ്ററി. ബാക്കി 10% വേറെ പല കാര്യങ്ങളും വരും, പല അസുഖങ്ങളും കൊണ്ട് അവർക്ക് വരാം. അപ്പോൾ ആ ചുമ ഒരു ലക്ഷണം മാത്രമാണ്. ആ ലക്ഷണങ്ങളെ ചികിത്സിക്കരുത് എന്നുള്ളതാണ് മോഡേൺ മെഡിസിൻ്റെ ഫസ്റ്റ് ഇത് തന്നെ. ട്രീറ്റ് ദ റൂട്ട് കോസ്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷന്, ഇപ്പോൾ ബാക്ടീരിയലാണ് ആൻറ്റിബയോട്ടിക് കൊടുക്കുക. വൈറസ് ആണെങ്കിൽ അഡക്വേറ്റ് ഹൈഡ്രേഷൻ, റെസ്റ്റ്, സപ്പോർട്ടീവ് ഡ്രഗ്സ്, ടെമ്പറേച്ചർ കുറയ്ക്കാനും പേഷ്യൻറ്റിനെ കുഞ്ഞിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയുള്ള 1-2 മെഡിക്കേഷൻസ് കൊടുക്കുക. അതിന് അപ്പുറത്തോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ 3 പെർട്ടിനന്റ് ക്വസ്റ്റ്യൻസ്. ഒന്ന്, ചുമയ്ക്ക് മരുന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 2 വയസ്സിൽ താഴെ പലപ്പോഴും ശരിക്കും ചുമയുടെ മരുന്നായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ചില സ്പെസിഫിക് വീസിങ് ഉള്ളിടത്തോ അലർജിക് റൈനൈറ്റിസ് ഉള്ളിടത്തോ നമ്മൾ സ്പെസിഫിക് ഡ്രഗ്സ്, ബോങ്കോ ഡൈലേറ്റേഴ്സ് കൊടുക്കും. 2, കോഫ് കോൾഡ് ഫോർമുലേഷൻസിന് യാതൊരു റോളും ഇല്ല. പീഡിയാട്രിക്സിലല്ല, അഡൾട്ടിലും ഇല്ല, നമ്മൾ കൊടുക്കാൻ പാടില്ല ശരിക്കും. അതൊക്കെ ഒരു ഷോർട്ട് കട്ട് റെമഡീസ് ആണ്. അത് 2 ദിവസം കൊണ്ട് കാര്യം കുറച്ചാലും നമ്മുടെ ശരീരത്തിൽ എവിടെയോ അത് ഒരു 10 ദിവസത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് തരും. ഇപ്പം ഒരു അഡൾട്ടാണേലും ഇങ്ങനത്തെ ആൻറ്റിഹിസ്റ്റമിനും ഒക്കെ ചിലപ്പോൾ ചുമയ്ക്കോ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കഫം ചിലപ്പോൾ സൈനസിൽ കിടക്കും. പിന്നെ 5 ദിവസം കഴിയുമ്പോൾ തലവേദന തുടങ്ങും, മൂക്കെല്ലാം പഴുത്ത്, തുമ്മി, ചീറ്റി, സൈനസൈറ്റിസ് എന്നുള്ള ഒരു ഇഷ്യൂയിലേക്ക് പോകും. അതേസമയം അത് അപ്പോഴും നല്ലപോലെ സലൈനൊക്കെ അടിച്ച് ഇത് സ്റ്റീം എടുത്തിരുന്നെങ്കിൽ അതങ്ങ് പോയേനെ. ഈ മുതിർന്ന ആളുകൾക്ക് ഈ കഫ് സിറപ്പ് കഴിക്കുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റം കുഞ്ഞുങ്ങളെ പോലെ തന്നെ സമാനമായ മാറ്റങ്ങൾ വരാം. പക്ഷേ അഡൾട്ടിനൊന്നും ഈ ഡോസ് കൊണ്ടൊന്നും കിഡ്നി ഇഞ്ചറി ഒന്നും വരത്തില്ല. അതുകൊണ്ട് കുട്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 5 കിലോയും 10 കിലോയ്ക്ക് താഴെ വെച്ച് നമ്മൾ കളിക്കുന്നത്. മറ്റേത് 60 കിലോയാണ്. അപ്പം ഏത് കാര്യത്തിനാണെങ്കിലും ബോഡി സിസ്റ്റത്തിൽ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി ഉണ്ട് അതിൻ്റെ ഉണ്ടാക്കുന്ന എഫക്റ്റ്. അതുകൊണ്ട് അഡൾട്ട് ഇതിനകത്തൊന്നും ഇങ്ങനത്തെ ഫോർമുലേഷൻസ് ഒക്കെ ഉണ്ട്.
ഇതിനകത്ത് ഇപ്പോൾ ബേസിക്കലി ഈ ഫോർമുലേഷൻ ഉണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയത് തന്നെ ഒരു ടോക്സിക് കെമിക്കലിനകത്ത് കയറിയോണ്ടാണ്. ഇല്ലെങ്കിൽ ഈ ഫോർമുലേഷൻ എത്രയോ വർഷം ഇപ്പം നമുക്കറിയാം വിക്സ്, ആക്ടിഫെഡ്, കോൾഡാക്ട് ഇങ്ങനെ പറഞ്ഞ എല്ലാം ടാബ്ലറ്റ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന കടയിൽ ചെന്ന് ചോദിച്ച് 2 കോൾഡാക്ട് ഇതാ, കോൾഡാരിൻ ഇതാ, വിക്സ് അത് എല്ലാവരും കഴിക്കുന്ന ഒന്നും ആർക്കൊന്നും ഉണ്ടാകാത്തത് എന്താ വെച്ചാൽ ഇതൊക്കെ സിംറ്റം കുറയ്ക്കാൻ നല്ലതാണ്. നമുക്ക് നമ്മുടെ ജോലി നടക്കണം. 10 ദിവസം കൊണ്ട് ജോബ് മാറും വെച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവിന് അദ്ദേഹത്തിന് ജോലി നടക്കത്തില്ല. അപ്പം അവർക്ക് ഒരു 10 ദിവസം ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ദിവസം കൊണ്ട് മാറി അടുത്ത ദിവസം കാര്യം നടക്കണം. അപ്പം അങ്ങനെയുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം, പ്രൊവൈഡഡ് ഡ്രഗ്സ് ആർ ഗിവൺ കറക്റ്റ്. അതുകൊണ്ടാണ് 12 വയസ്സ് മുകളിൽ എല്ലാം സ്റ്റാൻഡേർഡ് ഡ്രഗാണ്, ഡോസിങ് വലിയ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് അവിടെ കയറി ഇടപെടാത്തത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സംശയം നിലനിൽക്കുന്നത്, ഇത്ര ഒരു ടോക്സിക് കെമിക്കലുള്ള ഒരു മരുന്ന് മാർക്കറ്റിൽ ഇത്ര സുലഭമായി വിറ്റഴിക്കപ്പെടുന്നു, അപ്പോൾ ഇതിന്റെ നിയന്ത്രണ രേഖ എവിടെയാണ് എന്നുള്ള കാര്യമുണ്ടല്ലോ. അത് ഒരു കാര്യമാണ്. ഇപ്പൊ ടോക്സിക് കെമിക്കൽ ഈ ഒരു കുറച്ച് ബാച്ചിലേ വന്നിട്ടുള്ളൂ. വേറെ ഇവരുടെ പോലും മറ്റു മരുന്നുകൾ കഴിച്ചെടുക്കുന്നു, പലയിടത്തും കഴിച്ചെടുത്ത് കുഴപ്പമില്ല. ഏതോ 4, 5, 6 ബാച്ചിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ടോക്സിക് കെമിക്കൽ ഇന്റൻഷനലായിട്ട് ഇവര് ആഡ് ചെയ്തോളം നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. വരാൻ സാധ്യത നമുക്ക് തോന്നുന്നത് ഒരു അറിയാതെ വരാം ഒരു അതിൽ. ഇല്ലെങ്കിൽ ഇന്റൻഷനൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം അവരില്ല പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എക്സിപ്പിയൻസ്, അതിനകത്ത് ആഡ് ചെയ്യുന്ന എക്സിപ്പിയൻ്റ് എന്നാണ് പറയുന്നത്. ഒരു ആക്റ്റീവ് ഏത് ഫോർമുലേഷൻ ഒരു ആക്റ്റീവ് മോളിക്കൂളും എക്സിപ്പിയൻറ്റും ഉണ്ട്. അതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞാൽ അതിനകത്തൊരു മറ്റു 2-3 കമ്പൗണ്ട്, അതിൻ്റെ കൂടെ അതിന് കളറും സ്റ്റെബിലിറ്റിയും കുടിക്കാനുള്ള അട്രാക്ഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടി എക്സിപ്പിയൻ്റ് ആഡ് ചെയ്യും. എക്സിപ്പിയൻ്റ് സാധാരണ ഗ്ലിസറോളോ അല്ലെങ്കിൽ ഈ പ്രൊപ്പിലിൻ കൈക്കോളോ ആണ്. അത് മാറ്റിയിട്ട് ഇവർ ഡൈഎഥിലിൻ കൈക്കോൾ ചേർക്കുമ്പോൾ വില ഒത്തിരി കുറയും. ആ വില കുറയ്ക്കാൻ വേണ്ടി അവർ ചിലപ്പോൾ മായം ചേർക്കാൻ നമ്മൾ പറയത്തില്ല, മായം ചേർത്താണ്. അല്ല ഇന്റൻഷൻ അത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന അവര് വിചാരിച്ച് കാണത്തില്ല, ചെയ്യില്ല. അവർ വിചാരിച്ച് കുറച്ചൊരു മയത്തിലും കുറെ ലാഭം, അവരെ സേവിങ്സ് കോസ്റ്റ് കട്ടിങ് അവർ വേണ്ടി നോക്കിയതാണ് മാനുഫാക്ചറേഴ്സ്. അപ്പൊ അത് ഇത്രയും ഒരു ദാരുണമായ ഒരു ഇതിലേക്ക് എത്തുമെന്നോ ഒരു ഫേറ്റാലിറ്റിയിൽ എൻക്വയറിയിലേക്ക് വരുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചു. ഇതുപോലെ തന്നെ ഇപ്പൊ ഈ കോഫ് സിറപ്പ് കഴിക്കുന്നത് പോലെ കുട്ടികൾക്കിടയിൽ സാധാരണ സമാനമായ ഏതെങ്കിലും ചികിത്സകളോ അല്ലെങ്കിൽ മരുന്നുകളോ ഒക്കെ രക്ഷിതാക്കൾ പലപ്പോഴും വീഴ്ച സംഭവിക്കുന്ന സ്ഥിരമായി കാണുന്നതിലും കാര്യങ്ങൾ വരണം. ഇത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനം മരുന്നുകളുടെ ഡോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പ് പറയാം, പാരസെറ്റമോൾ ഡ്രോപ്സിൽ കോഴിക്കോട് പറ്റിയ എന്താണെന്ന് വെച്ചാൽ 1 ml പാരസെറ്റമോൾ ഡ്രോപ്സിൽ 100 mg, ഒരു 5 ml പാരസെറ്റമോൾ സിറപ്പിൽ 250-ൻ്റെ 5 ml സിറപ്പുണ്ട്. അതിനകത്ത് 5 ml അല്ലെങ്കിൽ 125 mg ഉണ്ട്. അപ്പോൾ ഈ 5 ml 125 mg അപ്പോൾ കാൽപോൾ സിറപ്പ് എന്നോ മറ്റേ പാരസെറ്റമോൾ സിറപ്പ് എന്നോ മറ്റേ എഴുതിയിരുന്നത്. 5 ml 3 നേരം സിറപ്പാണ് 125/5 ആണ്. പക്ഷെ അവരെടുത്ത് കൊടുത്ത ഡ്രോപ്സ് ആണ്. ഇപ്പോൾ ഡ്രോപ്സിൽ 1 ml 100 mg, ഇപ്പോൾ 5 ml ആയപ്പോൾ 500 mg. കൊച്ചിന് ശരിക്കും പറഞ്ഞാൽ 5 ml സിറപ്പ് മതി, അതായത് 125 mg മതി. അപ്പോൾ സ്ട്രെങ്ത് അങ്ങ് ടോട്ടലി മാറി. 5 ഇരട്ടി സ്ട്രെങ്ത് ആണ് മറ്റേതിന് വരുന്ന ഡ്രോപ്സിന്. അവരെ ഡ്രോപ്സ് 5 ml വെച്ച് കൊടുത്തുകൊണ്ടിരുന്നു 2 ദിവസം. അപ്പോൾ കിട്ടേണ്ട ഡോസിൻ്റെ 5 times ഡോസ് പാരസെറ്റമോൾ ബോഡിയിൽ ചെന്നു. അങ്ങനെയാണ് അതിന് ലിവർ ഡാമേജ് വന്ന് ഫെയിലിയർ ആണ്. അപ്പം ഇങ്ങനെ പലപ്പോഴും ഞങ്ങൾ കാണാറുണ്ട് ഈ മരുന്നുകളുടെ ഡോസിങ്. പക്ഷെ അതെല്ലാം ഇത്ര ആകുമ്പോൾ അവർ കണ്ടുപിടിക്കും. ഇത് അറിഞ്ഞില്ല, ഒരു 3 ദിവസം കൊടുത്തോണ്ടേ ഇരുന്നു ഇങ്ങനെ ഇമ്പാക്ട് ഉണ്ടാവും. അവർ കുപ്പി മാറി തുപ്പി തീർന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ 2 ദിവസം അങ്ങനെയാണ് ഒന്ന് സംഭവിക്കുന്നത്. രണ്ടാമത് പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന പേരൻസിൻ്റെ മരുന്ന് പിള്ളേരെടുത്ത് കഴിക്കുന്നത് സ്ഥിരം കാണുന്നതാണ്. തൈറോയിഡിൻ്റെ ഗുളികൾ, പേരൻസിൻ്റെ ഡിപ്രഷനുള്ള, ഇപ്പോൾ പല പേരും ഫാമിലിയും ഡിപ്രഷൻ. അപ്പം ആണ് ചിലപ്പോൾ ഗ്രാൻഡ് പേരൻസ് ഒന്ന് കഴിക്കാൻ വെച്ച് എണീറ്റിട്ട് അവിടെ അങ്ങോട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കും കൊച്ചെടുത്ത് വീഴുന്നു. അപ്പോൾ മിക്കവാറും 1 വയസ്സിനിടയ്ക്കും 4 വയസ്സിനിടയ്ക്ക് കുട്ടികളുടെ സ്വഭാവമാണ് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, കണ്ടുപിടിക്കുക, കാണുന്നതെല്ലാം പരിശോധിക്കുക, സ്റ്റൂളിട്ട് മോളിൽ കയറി എന്നാണ് എടുക്കുന്നത്. അവർ പറയുന്നത് ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത ആകുമ്പോൾ അവർ വലിഞ്ഞു കയറി അപ്പൂപ്പൻ വെച്ചേക്കുന്നത് കൊച്ചു കാണുന്നുണ്ട്. എന്നും ഈ പുള്ളി അത് എടുത്ത് കഴിക്കും, എന്നും എടുത്ത് പുള്ളി കഴിക്കുന്നു. എന്നാൽ പിന്നെ നോക്കിയേക്കാന്ന് വിചാരിച്ച് ഇവനും കയറി നിന്ന് നോക്കിയെടുക്കുന്നു. അതാണ് ഞങ്ങൾ എപ്പോഴും നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തിൽ അങ്ങനെ മാറിക്കൊടുക്കുന്ന പലപ്പോഴും കാണുന്നത് കുട്ടികൾ അറിയാതെ എടുത്ത് കഴിക്കുന്ന മുതിർന്നവരുടെ ഡ്രഗാണ്. ഇതിൽ തന്നെ ഇപ്പോൾ ഡോക്ടറെ കാണിക്കാതെ മരുന്ന് മേടിക്കാൻ കുറേ കൂടി സൗകര്യമുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഓൺലൈൻ സംവിധാനം പോലും ഉണ്ട്. ഇവിടെ കാണുന്നൊരു അപകടം, ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരുതരം നെറേഷൻ പ്രചരിപ്പിക്കപ്പെടുന്നത്, ഒരു കുഞ്ഞിനൊരു ചുമയായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 തരം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് എക്സ്പെൻസ് ആവുന്നു. അപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, ഇപ്പോൾ കോഫ് സിറപ്പ് കുടിച്ചാൽ മതി, അതല്ലെങ്കിൽ സമാനമായ മറ്റേതൊരു അസുഖമാണെങ്കിൽ അതിൻ്റെ മരുന്ന് കുടിച്ചാൽ മതി എന്നുള്ളത്. അപ്പോൾ ഇത്തരം വാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും ഇമ്പാക്ട് സൈഡിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതിനെങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? ഇത് നമ്മൾ ഞങ്ങളുടെ ഡോക്ടർ കമ്മ്യൂണിറ്റിയോടെ ഒത്തിരി ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ഒരു കുട്ടിയെ ചുമയായിട്ട് പനിയായിട്ട് വരുന്ന കുട്ടിക്ക് ഞാൻ ടെസ്റ്റുകളൊന്നും എഴുതാറില്ല.
കുറേ 5 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടെ വരുമ്പോൾ പനി കുറഞ്ഞില്ല എന്ന് ചുമ കുറയാത്തതുകൊണ്ട് ആരും ടെസ്റ്റ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ഒരു ഓസ്ട്രേലിയൻ തൊറാസിക് സൊസൈറ്റിയുടെ സ്റ്റഡിയിൽ തന്നെ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ടോക്കൊക്കെ നടത്തുന്നതാണ്. പീഡിയാട്രിക് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്കൊക്കെ ഓസ്ട്രേലിയൻ തൊറാസിക് സൊസൈറ്റിയുടെ സ്റ്റഡി അനുസരിച്ച് ഒരു കുട്ടി നോർമലായിട്ട് 31 തവണ ചുമയ്ക്കാം. ഒരു 31 ടൈംസ് എ ചൈൽഡ് ക്യാൻ കോഫ് ബിഫോർ നോ റീസൺ. അതായത് അവരുടെ എയർവേസ് ചിലരുടെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ പറയും ഒരു വീട്ടിൽ അടുക്കളയിൽ കടുവ് ഇറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ചിലർ ഡോറ് തുറക്കുമ്പോഴേ ചുമ തുടങ്ങും, അങ്ങോട്ട് കയറത്ത് പോലില്ല. വേറെ ചിലർ ആ മുറിക്കകത്ത് കയറി ഇറങ്ങി അവിടെ നടന്ന് വർത്തമാനം പറഞ്ഞ് തിരിച്ചു പോയി. എയർവേസിൻ്റെ സെൻസിറ്റിവിറ്റി വേരി ചെയ്യും. കുട്ടികൾ ചിലപ്പോൾ പൊടി അടിച്ച് ചുമയ്ക്കും, ചിലപ്പോൾ വെള്ളം വല്ലതും തങ്ങിനാൽ ചുമയ്ക്കും, പല കാര്യം ചോദിക്കുക. ചുമയ്ക്കുന്ന അസുഖമല്ല, ഇദ്ദേഹം മുമ്പ് പറഞ്ഞാൽ കോഫ് ഇസ് എ പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ്, അത് അസുഖമല്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ട് കോഫ് വരുന്നു, ശ്വാസം മുട്ടി ചുമയ്ക്കുന്നു, ശ്വാസം വലിച്ച് ചുമയ്ക്കുന്നു, അങ്ങനെയുള്ള കോഫാണ് അസുഖം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കോഫുകാർക്കൊന്നും ഞാൻ ടെസ്റ്റുകളൊന്നും കൊടുക്കാറില്ല. പിന്നെ ആശുപത്രിയിൽ ചിലപ്പം എന്താണ് ഓരോ സാഹചര്യങ്ങളനുസരിച്ച് പെർസെപ്ഷൻസ്, നമ്മൾ അതിനെ മൊത്തം ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ചുമയുടെ കൂടെ പനി കാണും, ചുമയുടെ കൂടെ വലിച്ചപ്പോൾ ഡോക്ടർമാർ തരുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ ചുമയാന്ന് പറയുമ്പോൾ ഞാൻ നോക്കുമ്പം ശ്വാസത്തിൻ്റെ ഗതി 30 പകരം 60 കാണും. ആ ചുമ വേറെയാണ്. ആ ചുമ എനിക്ക് പാരൻകെമൽ ഇൽനസ് ന്യൂമോണിയയുടെ ഒരു തുടക്ക ചുമയായിരിക്കും. അപ്പോൾ അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എക്സ്റേ ഓഫർ ചെയ്യും. എക്സ്റേ എടുക്കണമെന്ന് പറയും, ബ്ലഡിലെ കൗണ്ട് നോക്കണമെന്ന് പറയും. അല്ല വെറും ഒരു കോഫേ ഉള്ളൂ, കോൾഡ് ഉണ്ട്, സിംറ്റം ഉണ്ട്. അപ്പം ഇത് ഓരോ കസ്റ്റമൈസ് ചെയ്ത് ഓരോ സിറ്റുവേഷൻസ് പറയാൻ പറ്റത്തുള്ളൂ, ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് പറയാൻ വിട്ടുപോയത്, ചുമയ്ക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ഓരോള്ള ഹണി എന്ന് പറഞ്ഞ് നമ്മളിപ്പോഴും പറയും, തേന്. ഹണി ഒരു റെക്കമെൻഡഡ് ഇതാണ്. അതായത് മുമ്പ് ഞാൻ പറഞ്ഞ വിട്ടുപോയി, വെള്ളം ഹൈഡ്രേഷൻ റെസ്റ്റ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഹണി ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെക്കമെൻഡേഷൻ ഉള്ളതാണ്. എബോവ് 1 ഇയർ ഒരു 2.5 ml 2-3 നേരം ഒക്കെ ഹണി കൊടുത്താൽ 2 years മുകളിലാണ് പറയുന്നത്, എന്നാലും 1 ഇയറിന് മുകളിൽ കൊടുക്കാം. 1 ഇയർ താഴെ ഒരു വർഷം കാശലും കൊടുക്കത്തില്ല. ഹണി പ്ലെയിൻ ആയിട്ട് വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹണി ഇച്ചിരി വാം വാട്ടറിൽ മിക്സ് കൊടുത്താൽ നല്ല, മുമ്പ് ഞാൻ പറയാം, എമോളിസെൻ്റ് എഫക്റ്റ് ആണ്. ഡെമോളിസെൻ്റ് എഫക്റ്റ് ആണ്. ഇവിടെ നല്ലപോലെ കോട്ട് ചെയ്യും, നല്ലപോലെ ഡ്രൈ കഫുകളും തൊണ്ടകുത്തിയുള്ള ചുമകളും മാറും. പക്ഷേ അത് നോക്കി കണ്ട് ചെയ്യണം. ഇപ്പോൾ പാൽ കുടിക്കുന്ന കുട്ടികളുടെ പ്രായത്തിൽ എബോവ് 2 years നമ്മൾ കൊടുക്കാറുള്ളൂ. കൂടുതലും വളരെ കുറച്ച് മതി, 2 ദിവസമെല്ലാം മതി. അല്ലാതെ ഇത് ഒരു 3-4 സ്പൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം വയറിന് പിടിക്കായിക വരാം. ചിലപ്പം പിന്നെ ഹണിക്ക് എപ്പോഴും ഫുഡ് പോയ്സണിങ്, ബോട്ടിലിസം എന്ന് പറഞ്ഞൊരു ഇതുള്ളതാണ്. അതുകൊണ്ടാണ് 1 വയസ്സ് താഴെ നമ്മൾ കൊടുക്കരുത്. ഈവൻ ബിലോ 2 years ഓൾസോ ബി കെയർഫുൾ എന്ന് പറയും. എബോവ് 2 years ഹണി ഈസ് എ റെക്കമെൻഡഡ് ഫോർമുലേഷൻ ഓർ ഫോർ എ ഡ്രൈ കോഫ്. ഇങ്ങനത്തെ ചുമകൾക്കൊക്കെ വൈറസിൻ്റെ ഇൻഫെക്ഷന് ശേഷം വരുന്ന കോഫിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കാനൊക്കെ നല്ലതാണ്.